Hi friends, good morning. It's me Simon, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic positive day. Praise our God. നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും അതിൻ്റെ അപ്രിസിയേഷനും അതിൻ്റെ വിമർശനം എല്ലാം കണ്ടിട്ടാണ് അടുത്തടുത്ത വീഡിയോകൾ ചെയ്യുന്നത്. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു, പക്ഷേ അത് ടെലികാസ്റ്റ് ചെയ്യേണ്ടെന്ന് ലീഗൽ ഒപ്പീനിയൻ വന്നുകൊണ്ട് നമ്മളത് വിട്ടില്ല. ചില കോൺട്രവേഴ്സി ടോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആകാമായിരുന്നത് ഒന്നുമില്ല, സിൻസിയറായിട്ട് നമ്മൾ പറയുന്നത്. പോസിറ്റീവ് ചാനലിന് ചേർന്നല്ലാന്ന് ലീഗൽ സ്ക്രൂട്ടിനി സെല്ല് പറഞ്ഞു. പിന്നെ നമ്മളതങ്ങ് വീഡിയോ ചെയ്ത് വിട്ടില്ല. എന്തായാലും കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നമ്മുടെ കർഷകർക്ക് വളരെ ഹാപ്പിയാണ്. കണ്ടില്ലേ, പൊന്നു വിളഞ്ഞ് കിടക്കുന്നുണ്ട്. അത് വേഗം കയറിപ്പോയാൽ മതി മഴയ്ക്ക് മുമ്പ്, അല്ലേ? ചിങ്ങനം പ്രദേശത്ത് വള്ളം പ്രദേശത്ത് മഴ പെയ്യുന്നതാണ് കർഷകരുടെ പ്രാർത്ഥന. കാരണം അവിടെ നെല്ല് കയറി പോകണമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ വികസനത്തിൻ്റെ വലിയ വലിയ പാതകൾ തുടർന്ന് എല്ലാവരും മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്ഥലത്തിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പോർഷൻസ് എല്ലാം മാറേണ്ടതുണ്ട്. ഒരു LKG തൊട്ട് പഠിക്കുന്ന കുട്ടി അവൻ ഗ്രാജുവേറ്റ് ആയി പുറത്തിറങ്ങുമ്പോൾ അവനൊരു ഡൈനാമിക് പേഴ്സൺ ആയിരിക്കണം. ഏത് കാര്യം ചോദിച്ചാലും അവനൊരു സ്മാർട്ട് ഇൻ്റലിജൻറ്റ് ബോയ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗേൾ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. വെറുതെ എന്തെങ്കിലും പഠിപ്പിച്ച് വിട്ടാൽ പോരാ. അവർ പഠിച്ചു വരുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവർ നീന്തൽ പഠിക്കണം. പിന്നീട് പഠനം 5ാം ക്ലാസ് കഴിയുമ്പോൾ കരാട്ടയോ കുങ്ഫുവോ കളരിയോ പഠിക്കണം. അത് കഴിയുമ്പോൾ സ്കേറ്റിങ് അങ്ങനെയുള്ളതൊക്കെ പഠിക്കണം. ഡാൻസ് പഠിക്കണം. കാരണം വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ പാർട്ടികളും ഡാൻസും ഒക്കെ ഡാൻസ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഒന്നൊന്നായി പഠിച്ച് മിടുക്കരായി വന്നിട്ട് +2 കഴിയുമ്പോൾ സ്കൂളിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കണം. സ്കൂട്ടർ, ബൈക്ക്, കാർ, JCB, ടോറസ് തുടങ്ങിയ ഏതൊരു വാഹനം ഓടിക്കാനുള്ള പരിശീലനം കിട്ടണം. +2 കഴിയുമ്പോൾ ഇതൊക്കെ സാധിച്ചു. ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവന് 2 or 3 ലാംഗ്വേജ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂടാതെ 2 or 3 ലാംഗ്വേജ്, ഫ്രഞ്ച്, ജർമ്മൻ, അങ്ങനെ ജാപ്പനീസ്, ഇങ്ങനെ ലാംഗ്വേജും പഠിച്ച് മിടുമിടുക്കനായി ഒരു ഹായ് ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനാമിക് പേഴ്സണായിട്ട് വേണം ഇറങ്ങി വരാൻ. അവൻ ഏത് രാജ്യത്ത് എവിടെ ചെന്നാലും ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പറ്റണം. ഒരു ജോലിയും കിട്ടിയെങ്കിൽ ഒരു വിമാനം പറത്താൻ പറ്റണം, ഹെലികോപ്റ്റർ പൈലറ്റ് ആകണം. അങ്ങനെ ഏത് തരത്തിലും സുസജ്ജനായ ഒരു യുവതിയെ വേണം വാർത്തെടുക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള അതിനൂതനമായ ഗവേഷണങ്ങളും പഠനങ്ങളും പാഠ്യവിഷയത്തിലും പാഠ്യേതര വിഷയത്തിലും ഉണ്ടാകണം. അതനുസരിച്ചുള്ള ഒരു ഉയർന്ന കാൽവയ്പ് നമുക്ക് നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. ഇനി വരുന്ന ഗവൺമെൻറ്റും അങ്ങനെ തന്നെ ആയിരിക്കും. തുടർച്ച ഏത് ഗവൺമെൻറ് ആണെങ്കിലും വരുന്ന രാഷ്ട്രീയക്കാർ മാറുമായിരിക്കും, പാർട്ടിക്കാർ മാറും. പക്ഷേ വരുന്ന ഗവൺമെൻറ്റിന് ഇതിനേക്കാൾ മെച്ചമായതേ ഇനി പറ്റത്തുള്ളൂ. അപ്പം പുറകോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത്തരത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ കെട്ടിപ്പടുക്കണം. നമ്മുടെ സമൂഹം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും നല്ല സായിപ്പിനേക്കാൾ വൃത്തിയും മെനയുള്ള, സായിപ്പിനേക്കാൾ നല്ല ആഷ്പുഷ് ഇംഗ്ലീഷ് പറയുന്ന, സായിപ്പിനേക്കാൾ കർശനമായ നിരീക്ഷണവും ബോധവുമുള്ള ഒരാളെ കണ്ടാൽ അപ്പോഴേ മനസ്സിൽ കുറിച്ചോണം അതൊരു ഇന്ത്യക്കാരനായിരിക്കും. പിന്നെ അവൻ്റെ വസ്ത്രധാരണ രീതി അത് ഒരല്പം മുന്തിയതാണെങ്കിൽ അപ്പോൾ ഓർത്തോണം ആ ചേട്ടായി നമ്മുടെ മലയാളിയാണ്, കേരളക്കാരനാണ്, മധ്യ തിരുവിതാംകൂറുകാരനാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരംകാരനാണ്, കൊല്ലംകാരനാണെന്ന് ഓർത്തോണം. ഇത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ആവനാഴിയെല്ലാം പ്രയോഗിച്ച് സംസാരിച്ച് അവസാനം പോലെ എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞപ്പം മലയാളിയാണെന്ന് മനസ്സിലാക്കിയ രംഗം പോലും ഉണ്ട്. ഞാൻ ഒത്തിരി ചിരിച്ചു. ഞാൻ ഒന്നും വേണ്ടിയില്ല, ഓക്കെ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. കാരണം ഇതിലപ്പുറം നമ്മൾ പ്രതീക്ഷിച്ച് ജീവിക്കുന്നതല്ലേ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. എന്തായാലും ഒരു സൂപ്പർ തെരഞ്ഞെടുപ്പ് വരികയാണ്.
ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണണം. ജാതിയോ മതമോ വർഗീയതയോ ഒന്നും അതിൽ വരാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും ശക്തിയും മുന്നോട്ടുള്ള കുതിപ്പും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് വെച്ച് വേണം നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കാൻ. പിന്നെ അത് അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാം. പലപ്പോഴും ചർച്ച ചെയ്യാനൊന്നും പറയുന്നില്ല. എന്നാൽ വളരെ പ്രിയപ്പെട്ട കുറച്ച് പേർക്കൊക്കെ എക്സംഷൻ കൊടുക്കേണ്ടി വരും. രണ്ടാമതോ മൂന്നാമതൊക്കെ മത്സരിക്കേണ്ടി വരും. അത് ഒഴിച്ച് ബാക്കി യുവാക്കളെ തിരഞ്ഞെടുക്കാൻ നമ്മളെല്ലാം ശ്രമിക്കണം. അങ്ങനെ വന്നാൽ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV ചാനൽ ഒരു ഇത് നടത്തി, സർവേ നടത്തി. 16 ലക്ഷം പേര് പങ്കെടുത്തൊരു സർവേയാണ്. അപ്പം അതിനകത്ത് 1, 2 റാങ്കൊക്കെ വന്നവർ പിള്ളേർ സെറ്റല്ല, അധികം പ്രായമില്ലാത്തവരാണ്. നല്ല മാർക്ക് വാങ്ങി ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കൊക്കെ വന്നത്. അത് 5th റാങ്ക് വന്നത് നമ്മുടെ ചെന്നിത്തലയാണ്. 8 or 9 പിണറായി CM വന്നു. ഞാനത് ശ്രദ്ധിക്കായിരുന്നു. നല്ല മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വാർത്ത കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കാണുകയുണ്ടായി. ഡൽഹിയിൽ ഒരു 10 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. വീട്ടുകാരെല്ലാം ഭയങ്കര ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ആളുകളായപ്പം കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ഒന്നും കൊടുക്കാതായി. അങ്ങനെ വന്നപ്പം ഭക്ഷണം ഇവർ തരുന്ന ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമില്ല, കഴിക്കുന്നില്ല. അവസാനം കുറേ കുട്ടികൾ, 5-6 കുട്ടികൾ, 5-6 10-24 കുട്ടികളോളം വന്നു. പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ സംശയം ഉണ്ടായി നോക്കിയപ്പോൾ അവരുടെയൊക്കെ വയറ് കാലിയായിരുന്നു. ഫുഡ് സബ്സ്റ്റൻസ് കുറവാണ്. അപ്പം അത് പരിശോധിക്കപ്പെടേണ്ടത്. ഇനി കുഞ്ഞുങ്ങളിങ്ങനെ മെലിഞ്ഞിരുന്ന സൗന്ദര്യമാണെന്ന് വിചാരിക്കും. അങ്ങനെ തീർത്തും മെലിച്ച് കളയണ്ട. അവരുടെ പഠിക്കാൻ ധാരാളമുണ്ട്, ഇപ്പം ചിന്തിക്കാൻ ധാരാളമുണ്ട്. നമ്മൾ പഴയ കാലത്ത് കപ്പയിൽ നിന്ന് കാച്ചിൽ നിന്ന് പോയ കാലമല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല മേൽമേറിയ ഭക്ഷണം കൊടുത്തു വിടണം, പ്രോട്ടീനുള്ള. അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിർബന്ധമായും എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണം. ചായയോ കാപ്പിയോ വെള്ളമോ എന്തെങ്കിലും. ആ കൂടെ എന്തെങ്കിലും ചെറു പലഹാരം കൊടുക്കണം. അത് വീട്ടിലുണ്ടാക്കുക നിർബന്ധമാണ്, ആയിക്കോട്ടെ. പിടിയോ മധുരമുള്ള കൊഴുക്കട്ടയോ ഏത്തക്കാപ്പമോ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഒന്നാണ്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അവർ ബുക്കൊക്കെ അടുക്കി വെച്ചതിന് ശേഷം കളിക്കാൻ പോകും. കളി കഴിഞ്ഞ് വന്ന് കുളിയും കഴിഞ്ഞ് വന്ന് പ്രാർത്ഥനയും പഠനവും എല്ലാം കഴിഞ്ഞാണ് പിന്നെ ഭക്ഷണമുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. വല്യപ്പന്മാരും വല്യമ്മമാരും ആണെങ്കിൽ നിർബന്ധമായും കൊടുത്തിരിക്കാറ്. അവർക്കറിയാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് ക്ഷീണിച്ചാണ് വരുന്നത്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന്. ഈ വല്യപ്പന്മാർക്കും വല്യമാർക്കും അമ്മമാരും അപ്പന്മാരുമാണ് ഭക്ഷണം കഴിച്ചാൽ മതി, ഞാൻ അങ്ങനെയല്ലേ കഴിച്ചതെന്നൊക്കെ പറഞ്ഞു. അന്നത്തെ കാലമല്ലെന്ന്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്. ചില സ്കൂളിൽ നീന്തൽ പരിശീലനം പോലും കഴിഞ്ഞാൽ, നീന്തുക എന്ന് പറഞ്ഞാൽ വിശക്കുമെന്ന് അറിയാമല്ലോ. അവരുടെ ടൈം ടേബിളിൻ്റെ ഭാഗമായ ആഴ്ചയിൽ 2 ദിവസം നീന്തൽ പരിശീലനം പോലും. അതുപോലെ ഒരു കുട്ടിയെയും അടങ്ങിയിരിക്കാൻ അവർ സമ്മതിക്കുകയില്ല. നല്ല സ്കൂളാണെങ്കിൽ they will depute them to ground for doing some exercise or playing well. അതവർ നിരീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വളരെ ക്ഷീണിച്ചാണ് വരുന്നത്. അവർക്ക് വരുമ്പം ബൂസ്റ്റോ ഹോർലിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് നമ്മൾ സ്നാക്സോ കൊടുക്കണം. അതിനുശേഷം അവർ ബുക്കൊക്കെ അടുക്കി വെച്ച്, വേണമെങ്കിൽ ബുക്കൊക്കെ തുറന്ന് നോക്കി അടുക്കി വെച്ച് കൂട്ടുകാർ വരുന്ന കളി സമയമായും കളിക്കാൻ പോവുക, തിരിച്ചു വരിക. കളി കഴിയുമ്പോൾ എന്തായാലും ഇച്ചിരി ഞാൻ പറയാറുണ്ട്, ബോഡി ശരിക്കും വേർക്കുന്നില്ല, ചെറുതായിട്ട് ഒരു റൗണ്ട് ഓടിയിട്ടൂടെ വരണമെന്ന് പറയും. കാരണം മസിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങൾ അറിയാതെ തന്നെ കുട്ടികൾ സ്കൂളിലൊക്കെ ഭയങ്കര മിടുക്കരാണ്. കാരണം അവരുടെ ആ ഒരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി കൂടും, ഒരു നിരീക്ഷണ ബോധം കൂടും, അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങും. ഹെൽത്തി എന്നുവെച്ചാൽ വലിയ പൊണ്ണത്തടി ഉണ്ടാകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആഡിക്കേറ്റായിട്ടുള്ള നിങ്ങളുടെ വണ്ടി ഓടണമെങ്കിൽ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 40, ഈ 1 ലിറ്റർ അടിച്ചാലേ 40 ഓടത്തുള്ളൂ. 1/2 ലിറ്റർ അടിച്ചേച്ച് 40 ഓടിക്കാൻ പറ്റുമോ? കുട്ടി ക്ഷീണിക്കും. എപ്പോഴാണ് ഉറങ്ങുന്നു, കസേരയൊക്കെ ഇരുന്ന് പഠിക്കാനിരിക്കുമ്പോൾ ഉറങ്ങുന്നു, ക്ലാസ്സിൽ ഇരുന്ന് തൂങ്ങുന്നു. എന്നാൽ അവനാവശ്യമായ ന്യൂട്രീഷൻ കിട്ടുന്നില്ല. അതതിൻ്റെ കാര്യം.
യു മസ്റ്റ് സപ്ലൈ ദാറ്റ് ന്യൂട്രീഷൻ പ്രോപ്പർലി. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ ഗ്രാൻഡ്പാമാരെയും ഗ്രാൻഡ്മാമാരെയൊക്കെ വല്ലാതെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം, വല്ലാതെ യൂട്ടിലൈസ് ചെയ്ത്. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളായി, ആ കുഞ്ഞുങ്ങളെ വളർത്തി അവർ വളരെ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗ്രാൻഡ്ബായും ഗ്രാൻഡ്മയൊക്കെ ആകുന്നത്. ആ സന്ദർഭത്തിൽ അവരെ കൂടുതൽ അലോസരപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. ആ സ്നേഹം ബഹുമാന പുരുഷനെ സ്വീകരിക്കുകയും അവരെ അവരുടെ പാട്ടിന് വിടുകയും ചെയ്യണം. അതാണ് ആരോഗ്യകരമായ ഒരു കുടുംബത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾക്ക് കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. നല്ല ഒരു ഭാരതത്തിന് വേണ്ടി നമുക്ക് യത്നിക്കാം. നല്ലൊരു കേരളത്തിന് വേണ്ടി യത്നിക്കാം. കേരളത്തിലെ തെരുവുകളും കേരളത്തിലെ തിരുവീതികളും ഒക്കെ വൃത്തിയും ഭംഗിയും പൂക്കളാലും ഒക്കെ നിറയുന്നൊരു കാലഘട്ടമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. നമുക്ക് എല്ലാവർക്കും സ്വപ്നം കാണാം, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.